ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസി കുതിപ്പ് തുടരുകയാണ്. ഇന്ന് ബ്രെൻഫോർഡിനെ നേരിട്ട ചെൽസി 1-നെതിരെ 2 ഗോളുകൾക്കാണ് വിജയിച്ചത്. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയുടെ അവസാനം മധുവെക്കയുടെ മനോഹരമായ ക്രോസിൽ നിന്ന് ഡിഫൻഡർ കുക്രയ ചെൽസിക്ക് ആദ്യ ലീഡ് സമ്മാനിച്ചു. രണ്ടാം പകുതിയിൽ 80-ാം മിനിറ്റിൽ ജാക്സണിലൂടെ ചെൽസി ലീഡ് ഇരട്ടിയാക്കി. തുടർന്ന് 90-ാം മിനിറ്റിൽ എംബുയമയിലൂടെ ബ്രെൻഫോർഡ് ഒരു ഗോൾ മടക്കിയെങ്കിലും ചെൽസിയുടെ ജയം തടയാൻ അവർക്കായില്ല. മത്സരത്തിന്റെ അവസാനം ചെൽസി ഡിഫൻഡർ കുക്രയെ റെഡ് കാർഡ് കിട്ടി പുറത്തുപോയത് ചെൽസിക്ക് തിരിച്ചടിയായി. ജയത്തോടെ 16 മത്സരങ്ങളിൽ നിന്ന് 34 പോയിന്റോടെ ചെൽസി ലീഗിൽ 2-ാം സ്ഥാനത്ത് തുടരുകയാണ്. ഒരു മത്സരം കുറവ് കളിച്ച ലിവർപൂളാണ് 36 പോയിന്റുമായി 1-ാം സ്ഥാനത്ത്. മറ്റൊരു മത്സരത്തിൽ സതാംപ്ടനെ തകർത്ത് തരിപ്പണമാക്കി ടോട്ടനം ഹോട്ട്സ്പർ. സെന്റ് മേരീസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 5 ഗോളുകൾക്കായിരുന്നു സ്പേഴ്സിന്റെ വിജയം. മത്സരത്തിന്റെ ആദ്യ പകുതിയിലാണ് 5 ഗോളുകളും പിറന്നത്. സ്പെർസിനായി ജെയിംസ് മാഡിസൺ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ സോൺ ഹ്യൂൻ മിൻ, കുൽസ്വേസ്കി, പാപ്പെ മാട്ടർസാർ എന്നിവർ ഓരോ തവണയും ലക്ഷ്യം കണ്ടു. ഈ ജയത്തോടെ ടോട്ടനം 23 പോയിന്റുമായി ലീഗിൽ 10-ാം സ്ഥാനത്തെത്തി. അതേസമയം ബ്രൈറ്റൺ 1-നെതിരെ 3 ഗോളുകൾക്ക് ക്രിസ്റ്റൽ പാലസിനോട് പരാജയപ്പെട്ടു. ക്രിസ്റ്റൽ പാലസിനായി ഇസ്മയിൽ അസാർ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ചലോബയാണ് ഒരു ഗോൾ നേടിയത്. ജയത്തോടെ ക്രിസ്റ്റൽ പാലസ് 15 മത്സരങ്ങളിൽ നിന്നും 16 പോയിന്റുമായി 15-ാം സ്ഥാനത്താണ്. 24 പോയിന്റുള്ള ബ്രൈറ്റൺ 9-ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.